മുമ്പേ പാവത്തരം കേട്ട് നമ്മൾ നിൽക്കേണ്ടി വരും. CPM സ്ട്രാറ്റജിയാണ്, ഒരു ഐഡിയ, ഒരു തന്ത്രമാണ് ഇലക്ഷനിൽ ജയിക്കാനുള്ള തന്ത്രം. അടുക്കളയിൽ കൂടെ ഇങ്ങനെ വരിക, എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ ഇപ്പോ വലിയ ഇടങ്ങാറല്ലേ, വലിയ പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് വാങ്ങിപ്പോവാ. ഈ പാവം അൻസാറും സിയാദൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികളും 5 കൊല്ലമായിട്ട് നമുക്ക് എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ അടുത്ത് വേറെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. ബൈത്തുർ റഹ്മാന്റെ ഉദ്ഘാടനം. ഒരു വീട് ഉണ്ടാക്കാൻ എത്ര റുപ്യ വേണ്ടി വരും? മിനിമം ഒരു 15 ലക്ഷം വരേണ്ടി വരില്ല അല്ലെ? അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് ഉണ്ടാക്കാം അല്ലെ? ഒരു 15 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കി, ഇനി വേണ്ട 20 ലക്ഷം രൂപ. റഷീദ് അലി തങ്ങളാണ് അതിന്റെ ഉദ്ഘാടനം, ഞാനാണ് അന്ന് മുഖ്യ പ്രഭാഷണമൊക്കെ ചെയ്തു. ഒരാൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു. വീടൊക്കെ അടിപൊളിയായി വെച്ചു, ഒരു കുഴപ്പമില്ല. ഒരു TV സ്റ്റാൻഡ് CPM വാർഡ് മെമ്പർ കൊണ്ടുപോയി കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി, വീട് 15 ലക്ഷത്തിന് നമ്മൾ കൊടുത്തു, അപ്പോൾ TV സ്റ്റാൻഡ് നമ്മൾ കൊടുക്കാൻ മറന്നല്ല. എന്തൊരു സാഹചര്യം കൊണ്ട്, അതിന്റെ ആവശ്യമില്ലല്ലോ. TV സ്റ്റാൻഡ് കൊണ്ടുപോയി കൊടുത്ത CPM വില വോട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിങ്ങനെ ആലോചിക്കും, ഈ ലീഗ് ലീഗ് പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ. വയനാട്ടിൽ ഇപ്പോൾ ഇതാ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ്. ഏത് മനുഷ്യർക്ക് വീട് വെച്ചു കൊടുക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു രാത്രി കടന്നുറങ്ങുക. അടിമാലിയിൽ നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഒരു രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് നമ്മളെ ചെറിയ കുട്ടികളുടെ ചൂട് ഭയങ്കര ഇഷ്ടമാണ് വാപ്പമാർക്കൊക്കെ. മക്കളെങ്ങനെ ചേർത്ത് നെഞ്ഞത്തേക്ക് കടത്തി അവരെ നെറ്റിയിലൊക്കെ ഇങ്ങനെ ഉമ്മ കൊടുത്ത്, നമുക്ക് ഈ ഉമ്മമാരൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് പലപ്പോഴും കുട്ടികളെ ഏത് സദസ്സിൽ കൊണ്ടുപോയി നമ്മൾ ഉറക്കാനൊക്കെ പ്രയാസപ്പെടും അല്ലേ? അങ്ങനെ രാത്രി ഉറങ്ങുക, മഴ പെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോ ഈ വീടുകളൊന്നും അവിടെ അല്ല. നട്ടപ്പാതിരാക്ക് കുത്തിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ സകല വീടുകളും പോയി, മദ്രസകൾ പോയി, സ്കൂളുകൾ പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതായി. നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ഒരു രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഗ്രാമമുണ്ട്, അവിടെ കറണ്ട് ഉണ്ട്, അവിടെ വെളിച്ചമുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, അവിടെ വീടുകളുണ്ട്. അവിടുത്തെ വീടുകളിൽ തലേന്ന് രാവിലെ കഴിക്കാനുള്ള ദോശം, പിറ്റേന്ന് രാവിലെ കഴിക്കാനുള്ള ദോശം വാട്ടി വെച്ചിട്ടുണ്ട്, കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഉഴുന്ന് വെള്ളത്തിലുണ്ട്. രാവിലെ എണീറ്റാൽ മക്കൾക്ക് വിദ്യാലയത്തിലേക്ക് പോകണമെന്ന് അമ്മ കിനാവ് കാണുന്നുണ്ട്, ജോലിക്ക് പോകണമെന്ന് അച്ഛൻ കിനാവ് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാര്യയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ കടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ മകനെ ചേർത്ത് പിടിച്ച വാപ്പ 100 കിലോമീറ്റർ അപ്പുറത്ത് നിലമ്പൂരിലെ ചാലിയാർ പുഴയിൽ ജീവനറ്റ് ശരീരം വേർപിരിഞ്ഞ് കിടക്കുകയാണ്. വാപ്പയുടെ കയ്യിൽ കിടന്നിരുന്ന കുട്ടി വാപ്പയുടെ ഒറ്റ കൈ മാത്രമായി പുഴയിൽ ഒറ്റപ്പെട്ട് അനാഥ മൃതദേഹമായി കിടക്കുകയാണ്. അവരുടെ വീട്ടിൽ അവരുടെ കൂടെ കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മ മണ്ണിന്റെ അടിയിൽ ശവശരീരമായി മാറുകയാണ്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് കുത്തിയൊലിച്ചു പോയ ഒരു ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരും ഒന്നുമല്ലാതായി മാറിയ ഒരു നാട്, ഒരു വയനാട്, ഒരു നാടിൽ നമ്മൾ കണ്ടതാണ്. ആ നാടിന് വേണ്ടി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ നമ്മൾ പിരിവെടുത്തു. കേരളത്തിലെ മനുഷ്യന്മാർ മുഴുവൻ അവർക്ക് പണം കൊടുത്തു. ജാതി മത ഭേദമന്യേ മനുഷ്യർ അവരെ സഹായിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സഹായിച്ചിട്ട് അവർക്ക് വേണ്ടി പണം കൊണ്ടുപോയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ആ ദുരന്തം കഴിഞ്ഞിട്ട് 2 വർഷമാവാൻ പോകുന്നു. ഇന്ന് വരെയും അവിടെ ഒരു വീട് വെക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. അവർക്ക് മരുന്ന് കൊടുക്കാൻ തയ്യാറായില്ല. അവർക്ക് വിതരണം ചെയ്ത ഭക്ഷണ പാനീയങ്ങൾ പുഴുവരിച്ച ഭക്ഷണ പാനീയങ്ങൾ കൊടുത്തു. തങ്ങൾക്കല്ലാത്ത മറ്റാർക്കും ഒന്നും നൽകരുത് എന്ന് കരുതുന്ന ഒരു ഭരണകൂട സംവിധാനമായി ഇവിടെ മാറുക. പകരം എന്താണ് ഞാനും നിങ്ങളും പിടിക്കുന്ന ഈ പതാകക്ക് കീഴിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്തത്? ആദ്യ ഗഡു പ്രഖ്യാപിച്ചു. പിരിച്ച പണത്തിൽ നിന്ന് ആദ്യത്തെ ഗഡു പ്രഖ്യാപിച്ചിട്ട് 15,000 രൂപ വെച്ച് ഒരു 150 കുടുംബങ്ങൾക്ക് കൊടുത്തു. ഒപ്പം എന്ത് ചെയ്തു? ഓട്ടോറിക്ഷകൾ ഇല്ലാത്തവർക്ക് ഓട്ടോറിക്ഷകൾ വാങ്ങിക്കൊടുത്തു. വാഹനം ഓടിക്കാൻ കഴിയുന്നവർക്ക് വാഹനം വാങ്ങിക്കൊടുത്തു. ആവശ്യമുള്ള സകല സാധനങ്ങളും വാങ്ങിക്കൊടുത്ത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. ഇപ്പോഴിതാ ഏറ്റവും നല്ല ഒരു സ്ഥലം നോക്കി, പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാവാത്ത മണ്ണ് നോക്കി സ്ഥലം വാങ്ങി അവർക്ക് വീട് കൊടുക്കാൻ ലീഗിന്റെ ഏറനാട്ട MLA PK ബഷീർ സാഹിബിന്റെയും വഹാബ് സാഹിബിന്റെയും നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്ഥലം വാങ്ങി അവർക്ക് വീട് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ജനവിഭാഗത്തെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ എനിക്ക് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അധികാരം കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ കൂടി നമുക്ക് നഷ്ടപ്പെട്ടാൽ, ഈ നിയമസഭാ ഇലക്ഷനിൽ കൂടി നമ്മൾ തോറ്റാൽ, പിന്നെ കേരളത്തിലേക്ക് കടന്നു വരുന്നത് CPM ആയിരിക്കില്ല. CPM ഇനി വരണമെന്നില്ല, പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രി ആവണമെന്നില്ല. ഇവിടേക്ക് BJPക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഡീൻ കുര്യാക്കോസ് വിജയിച്ച കഴിഞ്ഞ
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് BJP എന്നാണ്. ഏത് BJP ആണ് പ്രിയപ്പെട്ടവരെ? വഴിയിൽ കിടക്കുന്ന മുസ്ലിങ്ങളുടെ ശവശരീരങ്ങൾ, ഹിന്ദു ദളിതരുടെ ശവശരീരങ്ങൾ, പട്ടികളുടെ ശവശരീരങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞ നരേന്ദ്രമോദി ഉണ്ടല്ലോ, ആ നരേന്ദ്രമോദിയുടെ അസർ നമസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ആ പള്ളിയിലേക്ക് ചെല്ലുക, അവിടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മുസൽമാൻ സ്ത്രീകൾ ഉണ്ടാകും, ആ സ്ത്രീകളെ പുറത്തേക്ക് വലിച്ചിടുക, എന്നിട്ട് അവരുടെ മൃതശരീരങ്ങളെ ബലാത്കാരം ചെയ്യുക എന്ന് വിളിച്ചു പറഞ്ഞ യോഗി ആദിത്യനാഥ് ഉണ്ടല്ലോ, ആ യോഗി ആദിത്യനാഥിന്റെ മുസ്ലിങ്ങളെ കൊന്നുകളയൂ എന്ന് ആക്രോശിച്ച അമിത്ഷാ ഉണ്ടല്ലോ, ആ അമിത്ഷായുടെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഹിന്ദു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമാധാനത്തിന്റെ പ്രിയപ്പെട്ട നായകനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഉണ്ടല്ലോ, ആ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ച ഗോഡ്സെയുണ്ടല്ലോ, ആ ഗോഡ്സെയുടെ അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യരെ കൊന്നുകളയാൻ മുദ്രാവാക്യം വിളിക്കുന്ന RSSകാരൻ കേരളത്തിലെ വീടുകളിലേക്ക് കടന്നു വരാൻ, കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു വരാൻ, കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെറിയ മടി ഉണ്ടെങ്കിൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ലീഗിനെ പിന്തുണക്കാതിരുന്നാൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ UDFന് വോട്ട് ചെയ്യാതിരുന്നാൽ, നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കടന്നു വരുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ പൗരനല്ല എന്ന് വിളിച്ചു പറയുന്ന RSSകാരനായിരിക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റിയും നിങ്ങളുടെ ആധാർ കാർഡും നിങ്ങളുടെ പാസ്പോർട്ടും നിങ്ങളുടെ റേഷൻ കാർഡും നിങ്ങളുടേതല്ല എന്ന് RSSകാർ വിളിച്ചു പറയും. ചലോ പാകിസ്ഥാൻ എന്നവർ വിളിച്ചു പറയും. ഇത് ഇന്ത്യ വിട്ടുപോകണം എന്നവർ പറയും. നമ്മളെ ബങ്കറുകളിലേക്ക് കൊണ്ടുപോകും, നമ്മളെ ജയിലുകളിൽ താഴ്ത്തും, നമ്മുടെ വീടുകൾ ഇല്ലായ്മ ചെയ്യും, നമ്മുടെ വീടുകൾ ബുൾഡോസറുകൾ വെച്ച് ഇല്ലായ്മ ചെയ്യും, നമ്മുടെ ആണുങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കും. ഇത് ഇന്ത്യയിൽ നടന്നതാണ്, ഇത് ഗുജറാത്തിൽ നടന്നതാണ്, ഇത് ബഗൽപൂരിൽ നടന്നതാണ്, ഇത് ജഗൽപൂരിൽ നടന്നതാണ്, ഇത് ഭീവണ്ടിയിൽ നടന്നതാണ്, ഇത് ബോംബെയിൽ നടന്നതാണ്, ഇത് ഡൽഹിയിൽ നടന്നതാണ്, ഇത് ജംഷഡ്പൂരിൽ നടന്നതാണ്. ഇത് ഈ രാജ്യത്തിലെ വിവിധങ്ങളായ തെരുവോരങ്ങളിലെ മനുഷ്യരെ കൊന്നുകളയാൻ RSS ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് ഗർഭിണിയായ പെണ്ണിന്റെ മാർഗം കുത്തിപ്പൊളിക്കാൻ RSSകാരൻ കടന്നു വരുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഏത് പിണറായി വിചാരിച്ചാലും, ഏത് CPM വിചാരിച്ചാലും ഈ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് അടിമാലിയിലെ മനുഷ്യർ നെഞ്ചുറച്ച് വിശ്വസിക്കണം. കൈപ്പത്തി ചിഹ്നം കണ്ടാൽ മണക്കാതെ മറക്കാതെ മാറി നിൽക്കാതെ കുത്തണം. ഈ രാജ്യത്തെ അഭിമാന ബോധത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുന്ന കോടി ചിഹ്നം നിങ്ങൾ കണ്ടാൽ ഒന്നും മടിക്കരുത്. ഇത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൊടിയാണ്, ഇത് ബാഫക്കി തങ്ങളുടെ ചിഹ്നമാണ്, ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ചിഹ്നമാണ്, ഇത് പൂക്കോയ തങ്ങളുടെ ചിഹ്നമാണ്, ഇത് PMSA പൂക്കോയ തങ്ങളുടെ ചിഹ്നമാണ്, ഇത് പോക്കർ സാഹബിന്റെ ചിഹ്നമാണ്. ഇത് ഈ രാജ്യത്തെ ദളിതരുടെ, ഇത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ, ഇത് ഈ രാജ്യത്തെ കരയുന്നവരുടെ, ഇത് ഈ രാജ്യത്തെ ഒറ്റപ്പെടുന്നവരുടെ, ഇത് ഈ രാജ്യത്ത് ആരുമില്ലാത്തവരുടെ, ഇത് ഈ രാജ്യത്തെ അനാഥരുടെ, ഇത് ഈ രാജ്യത്തെ രോഗികളുടെ, ഇത് ഈ രാജ്യത്തെ വൃദ്ധരുടെ, ഇത് ഈ രാജ്യത്തെ സകലമാന മനുഷ്യർക്കും വേണ്ടിയുള്ള കൊടിയാണ് എന്ന് കണ്ട് കോഴി ചിഹ്നത്തിൽ കുത്തണം. അവിടെ അനസ് മോശമാണെന്ന് പറയുന്നവരുണ്ടാവും, അവിടെ സിയാദൊക്കെ പോരെന്ന് പറയുന്നവരുണ്ടാവും, അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ഒന്നുമല്ലെന്ന് വിളിച്ചു പറയുന്ന പലരും ഉണ്ടാവും. അങ്ങനെ പറയുന്നവരോടൊക്കെ നിങ്ങൾ പറയുക, ഞങ്ങൾ ഇങ്ങനെ അഭിമാനത്തോടെ അടിമാലിയിലെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോ ഒരു RSSകാരനും ഞങ്ങളുടെ മുറ്റത്തേക്ക് വരാത്തത്, ഒരു CPMന്റെ പോലീസ് വണ്ടിയും ഞങ്ങളുടെ മുറ്റത്തേക്ക് വരാത്തത്, ഞങ്ങളുടെ മക്കളെ കള്ളക്കേസിൽ കൊടുക്കാത്തത്, ഞങ്ങളുടെ കുട്ടികളെ ജയിലിൽ കൊണ്ടുപോയിടാത്തത് ഇവിടെ ലീഗ് ഉണ്ടായത് കൊണ്ടാണ്, ഇവിടെ കോൺഗ്രസ് ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനെന്ന അമ്മ, ഞാനെന്ന അച്ഛൻ ഈ രാജ്യത്ത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഉമ്മയില്ലേ, നമ്മുടെ വീട്ടിൽ രോഗിയായി കിടക്കുന്ന ഉപ്പയില്ലേ, ആ ഉപ്പക്ക് പെൻഷൻ കിട്ടാൻ, അയാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ, അയാളുടെ ചിലവിന് സർക്കാരിന്റെ സഹായം കിട്ടാൻ നമുക്ക് ഈ രാഷ്ട്രീയ സംവിധാനം വിജയിക്കേണ്ടതുണ്ട്. നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അങ്ങേ അറ്റത്തെ ഉമ്മ തൊട്ട് ഈ അറ്റത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വരെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളെ തോൽപ്പിക്കാനുള്ള കാലമാണ്. എല്ലാ ചാനലുകളും നമ്മൾക്കെതിരാണ്. നമുക്കെതിരാവാൻ വേണ്ടി ചാനൽ നേതാക്കന്മാർക്ക് MLA സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ മൊട്ടയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അയാളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മണ്ഡലം എടുത്ത് മത്സരിച്ചോളൂ എന്ന് MP നികേഷ് കുമാർ എന്ന് പറയുന്ന CPMന്റെ പ്രോപ്പഗണ്ട മാനേജർ വന്ന് പറയുകയാണ്. സകലമാന പത്രക്കാരോടും വന്നിട്ട് നിങ്ങൾ CPMന്റെ കൂടെ നിൽക്കൂ എന്ന് നികേഷ് കുമാർ കാറെടുത്ത് വന്ന് പറയുകയാണ്. ഒരു ദിവസത്തിൽ 15 വാർത്ത VD സതീശനെതിരെ കൊടുക്കണമെന്ന് CPMന്റെ സൈബർ ബുള്ളിയിങ് തീരുമാനിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ മോശമാക്കി ചിത്രീകരിക്കണമെന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ മോശമായി ചിത്രീകരിക്കണമെന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. PK ഫിറോസിനെ മോശമാക്കണമെന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. നല്ല ഇമേജ് ഉള്ള ലോക്കൽ നേതാക്കന്മാർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കണമെന്ന് CPM തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കെട്ടുകഥകളുടെ ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നുണകൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകും.
നുണകൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകും. അവിടെയാണ് നമുക്കുണ്ടാവേണ്ടത്. തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഇവിടെ BJP ആണ് വരാൻ പോകുന്നത്. ഈ അധികാരം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്നത് നരേന്ദ്രമോദിയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ബോധ്യം ഉണ്ടായിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ തകർന്നു പോകും, തരിപ്പണമായി പോകും എന്ന ചിന്ത നമുക്കുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കയിലെ കുന്നിൻ മുകളിലേക്ക് നുബുവത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി ചെല്ലുകയാണ്. കുന്നിന്റെ മുകളിൽ നിന്നിട്ട് ഇത്രകാലം നബി അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യരെ യാ സ്വഹാബ എന്ന് വിളിച്ച് പ്രവാചകൻ മാടി വിളിക്കുകയാണ്. എല്ലാ മനുഷ്യരും പ്രവാചകനെ കേൾക്കാൻ വേണ്ടി കുന്നിനരികിലേക്ക് കടന്നു വരികയാണ്. കുന്നിൻ ചെരുവിൽ നിന്ന് മുത്തുനബി ചോദിക്കുകയാണ്, ഈ മലക്കപ്പുറത്ത് നിന്ന് നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രുപട വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഈ മലമുകൾക്കപ്പുറത്ത് നിന്ന് ഒരു ശത്രുപട നിങ്ങളെ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് മുത്തുനബി ചോദിക്കുകയാണ്. മുത്തുനബിയുടെ മുഖത്ത് നോക്കി, യാ മുഹമ്മദ് അൻത അമീൻ, നിങ്ങൾ വിശ്വസ്തനാണ്, നിങ്ങൾ സത്യസന്ധനാണ്, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് മുഹമ്മദ് നബിയുടെ ചുവന്ന മുഖങ്ങളെ നോക്കി, ചുവന്ന തുടുത്ത കവിൽത്തടങ്ങളെ നോക്കി മക്കക്കാർ മറുപടി പറയുകയാണ്. അപ്പ നബി പറഞ്ഞു, ഞാനിതാ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന്. തിരിച്ചു പറഞ്ഞവർ, അങ്ങനെയല്ല മുഹമ്മദ്, നീ കളവ് പറയുകയാണ് എന്ന്. അങ്ങനെയല്ല മുഹമ്മദ്, നീ കളവ് പറയുകയാണ്, നീ നുണയനാണ്, അന്ത കാദിബ്, നീ നുണ പറയുന്നു മുഹമ്മദ് എന്ന് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്, ചതിയുടെ കാലമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നുണയനാണെന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നിസ്കരിക്കണം, താടി വെക്കണം, അമ്പലത്തിൽ പോകണം, ഞങ്ങൾക്ക് ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോകണം, ഞങ്ങൾക്ക് കുർബാന നടത്തണം, ഞങ്ങൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളെ കൊഞ്ഞനം കുത്തുന്ന CPM-കാരുടെ കാലമാണ്. ഈ അയ്യപ്പന്റെ മുറ്റത്തേക്ക് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവരുന്ന കാലമാണ്. അതുകൊണ്ട് ഉമ്മമാർ, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം, ഉമ്മാന്റെ അടിവയറ്റിൽ പറന്ന പൊന്നുമോനെ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിഹ്നത്തിനല്ലാതെ നീ വോട്ട് ചെയ്യരുതെന്ന് പറയണം. ഉമ്മാന്റെ അടിവയറ്റിൽ പറന്ന ഉപ്പാന്റെ വിരൽ പിടിച്ചു നടന്ന മകളെ, ഈ രാജ്യത്തിന് വേണ്ടി വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് ഏറ്റ് മരിച്ചു വീണ ഇന്ദിരാഗാന്ധിയില്ലേ, ഈ രാജ്യത്തിന് വേണ്ടി പടഞ്ഞു വീണ രാജീവ് ഗാന്ധിയില്ലേ, അവരുടെ പ്രിയപ്പെട്ട മകൻ രാഹുൽ ഗാന്ധിയില്ലേ, ആ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയതക്കെതിരെയുള്ള രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം വിജയിക്കാൻ വേണ്ടി നിന്റെ വോട്ട് കുത്തണമെന്ന് മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയണം. അയൽപ്പക്കത്തെ വീടുകളിൽ ഒരു നാണവും ഇല്ലാതെ കയറി ചെല്ലണം. എന്നിട്ട് പറയണം, പത്മനാഭൻ ചേട്ടാ, നാണു ചേച്ചി, നമുക്ക് ജയിച്ചേ പറ്റൂ, നാണിയമ്മേ, നമുക്ക് ജയിച്ചേ പറ്റൂ. നിങ്ങൾ മാത്രമല്ല, നമ്മൾ ജയിക്കാൻ, ഈ രാജ്യത്ത് നമ്മുടെ തല താഴാതിരിക്കാൻ, നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതിരിക്കാൻ, നമ്മുടെ അവസരങ്ങൾ ഇല്ലാതിരിക്കാൻ, നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനം കടന്നു വരാതിരിക്കാൻ, നമ്മളെ ഇനിയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കാർന്നു തിന്നാതിരിക്കാൻ ഈ ഗ്രാമത്തിലെ മനുഷ്യർ ഒന്നിക്കട്ടെ, ഈ വാർഡുകളിലെ മനുഷ്യർ ഒന്നിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഈ 100 പേരുണ്ടല്ലോ, പ്രിയപ്പെട്ട അനസിനെ എനിക്കറിയും, പ്രിയപ്പെട്ട സിയാദിക്ക് എനിക്കറിയും. ഞാൻ അനസിന്റെ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ, ഇവന്റെ സ്റ്റാറ്റസ് ഒക്കെ നിരന്തരമായി നോക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരൻ നാട്ടിലെ ആൾക്കാരോട് സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ഒരു ചെറിയൊരു റിസോർട്ടിലാണ് ഞങ്ങൾക്ക് കിടക്കാനുള്ള ഒരു റൂമൊക്കെ റെഡിയാക്കിയത് തന്നെ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ റോയ് ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. റോയ് ചേട്ടന് അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത കുറിയൊരു മനുഷ്യനാണ്. റോയ് ചേട്ടൻ ഇങ്ങനെ ചെന്നപ്പോൾ അനസിനെ കണ്ടപ്പോൾ റോയ് ചേട്ടൻ പറഞ്ഞു, നമ്മളെ സ്വന്തമാണ്. എന്നിട്ട് ഇങ്ങനെയാണ് പിടിച്ച് അനസിനെ റോയ് ചേട്ടൻ പറഞ്ഞു, എപ്പോഴാ വരൂലേ, വൈകുന്നേരം വരണട്ടോ എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ സിയാദ് കെ പോലെയുള്ള ഒരു ജനപ്രതിനിധി എത്ര മനോഹരമായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത്. അതിനിടയ്ക്ക് ഒരു സജിനത്തെ ആരോ ഒരാൾ വിളിച്ചു. അപ്പൊ പറഞ്ഞു, അടിമാലിയിൽ നിൽക്കണ്ടില്ലേ, ഓട്ടോറിക്ഷ ഞാൻ വിടാം. വാർഡ് മെമ്പർ പറയാണ്, ഓട്ടോറിക്ഷ ഞാൻ വിടാം. എന്നിട്ട് അപ്പത്തിന് ഓട്ടോറിക്ഷ. എങ്ങനെ ഈ ഫോണൊക്കെ 38 കൈകൾ കൊണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന, അത്തരത്തിൽ നിങ്ങളോട് ഇടപഴകാൻ കഴിയുന്ന ആളുകളാണ് ഈ മനുഷ്യർ നയിക്കുന്ന ഈ രാഷ്ട്രീയ സംവിധാനം. ഇവിടെ ജയിക്കണം. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ഒരു ഫോൺ കോളിനപ്പുറത്ത് വരുന്നുണ്ട്. ഒരു തിരക്കിൽ ഒരു ഫോൺ കോൾ പോലും കട്ടാക്കാതെ, ഇനി അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, നിങ്ങളുടെ വിളിപ്പുറത്തുള്ള നേതാക്കന്മാർ, അവരുടെ നേതൃത്വത്തിൽ, ബഷീർ കെയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഈ സംവിധാനം വിജയിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ വിചാരിക്കണം, എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ വിചാരിക്കണം. അതുകൊണ്ട് അതിന് സർവശക്തനായ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.